ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നാച്ചസ് വേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാടൻ രീതിയിലത്തെ 3 വെറൈറ്റി ഐറ്റംസാണ് ഇന്ന് തയ്യാറാക്കുന്നത്. കണ്ടുവെക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതിനുവേണ്ടി ഞാൻ ഇവിടെ വൻപയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറുപയർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പയർ എടുക്കാം. ഞാനിപ്പോൾ ഇത്രയും പയർ എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് കുക്കറിൽ വെച്ചൊരു 4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് കുതിർത്തിയിട്ട് വേവിക്കണമെങ്കിലും ആകാം. ഞാൻ ഇപ്പോൾ കുതിർക്കൊന്നും ചെയ്യാതെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പൊന്നും ചേർക്കാതെ വെറുതെയാണ് വേവിച്ചെടുക്കുന്നത്. ഈ 1 ഗ്ലാസ് പയറിന് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നത്. കുറച്ച് വേവ് കൂടുതലാണ്, എന്നാൽ ഇതൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടേ, ഇതുപോലെ കുക്കറിലാകുമ്പോൾ വേഗം തന്നെ വെന്ത് കിട്ടും. എന്നിട്ട് ഒരു പാനിലോട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നല്ലതുപോലെ മധുരം പിടിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ശർക്കര പാനി കാച്ചിയതാണ് കേട്ടോ, ശർക്കര പാനി കാച്ചി അരിച്ച് വെച്ചതാണ്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര ചീകിയിട്ട് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. പക്ഷെ നല്ലതുപോലെ പിടിച്ച് നല്ല അലിഞ്ഞ് വരുന്ന രീതിയിലത്തെ മോദകമാണ് തയ്യാറാക്കണമെങ്കിൽ ഇതുപോലെ ചെയ്യണം. അപ്പോൾ ഇതിന് കുറച്ച് തേങ്ങ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 ഏലയ്ക്ക് ഒന്ന് ചതച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസ് മതിയാകും. ഇതിപ്പോൾ നല്ല അലിഞ്ഞ് വരുന്ന രൂപത്തിൽ നമുക്കിത് ആക്കിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് ഒരു മീഡിയം ലെവലിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഈ തേങ്ങയിലും പയറിലും ഈ ശർക്കര മൊത്തത്തിൽ പിടിച്ച് നല്ലതുപോലെ വെന്ത് കിട്ടണം. അപ്പോൾ അത് ആ സമയം കിടക്കട്ടെ. അപ്പോൾ ആ സമയത്തിന് മറ്റൊരു പാത്രത്തിലോട്ട് 1 കപ്പ് മൈദാ മാവും ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി, വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ നമ്മൾ പുട്ടിന് ഇടിയപ്പത്തിന് എടുക്കണം, അതുകൂടി ചേർത്ത് കൊടുക്കുക. ചെറിയൊരു കളറിന് വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ രീതിയിൽ ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകരുത്, ചെറുതായിട്ട് നമ്മളത് കടിക്കുമ്പോൾ ചെറിയൊരു ഉപ്പ് കിട്ടാൻ വേണ്ടി. എന്നിട്ട് എല്ലാം കൂടി ഇതുപോലെ മിക്സ് ആക്കി എടുക്കുക. ഇതിലോട്ട് നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒട്ടും തന്നെ കൂടി പോയത് ദോശയുടെ മാവിൻ്റെ പരുവമല്ല, ഇഡ്ഡലിക്ക് നമ്മൾ കുറച്ചുകൂടെ കട്ടിക്കാണല്ലോ എടുക്കുന്നത്, ആ പരുവത്തിന് വേണം എടുക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മാവിൽ ഒട്ടും തന്നെ വെള്ളം കൂടി പോകാതെ നല്ല ഇഡലിക്കുള്ള പരുവത്തിന് കട്ടിക്ക് തന്നെ കലക്കിയെടുക്കണം. ഈ സമയത്തിൽ ഞാൻ പയർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, കുറച്ചൊന്ന് കുഴഞ്ഞ് വരണം. അപ്പോൾ നല്ലതുപോലെ ശർക്കര പാനി നമ്മുടെ ഈ പയറിലും തേങ്ങയിലും ഒക്കെ പിടിച്ച് കിട്ടണം. അപ്പോൾ നമ്മുടെ നാടെ മാവ് കലക്കിയ പരുവം ഇതാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു എത്രയ്ക്കും കട്ടിക്കാണ് എടുത്തിരിക്കുന്നത്, ഇത്ര കട്ടി തന്നെ വേണം. ചെറിയതായിട്ട് തൊട്ടാൽ ഒരു ഉപ്പുണ്ട് എന്നേ ഉള്ളൂ. പിന്നെ ഞാൻ കരണ്ടിയിൽ ഇതുപോലെ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് പരുവം, നമ്മുടെ ഇഡലിക്കുള്ള പരുവമാണ്. അപ്പോൾ ഇത് ഇത്തിരി കൂടെ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അല്ല, കുറച്ചുകൂടി വറ്റണം, നമുക്ക് ഉരുള പിടിച്ചെടുക്കണം. പിന്നെ ഇതിപ്പോൾ പയറായത് കാരണം കുറച്ച് സമയം ഇരിക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ഉറഞ്ഞു കിട്ടും. പക്ഷേ അത് ഉറഞ്ഞു കിട്ടിയ നമ്മൾ വിരവി എടുക്കുന്നത് പോലെയല്ല, ഇതിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് അതിൽ ശർക്കര പാനി മൊത്തം പിടിച്ച് കിട്ടുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നല്ല അലിഞ്ഞിട്ടാണ് ഇതിലോട്ടൊന്ന് പിടിച്ച് കിട്ടുന്നത്. അല്ല നമ്മൾ ചീകി ഇട്ടിട്ടാണെങ്കിൽ അതിനത്രയ്ക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഇത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് നല്ല മുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളം എല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് ഉരുള പിടിച്ചെടുക്കണം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടാണ് ഞാൻ ഉരുള പിടിക്കുന്നത്. കുറച്ച് വലുതായിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഒരു 2-3 എണ്ണമൊക്കെ നമുക്കിതുപോലെ ഒന്ന് പിടിച്ചെടുക്കുമ്പോൾ കൈ നമുക്ക് നല്ലതുപോലെ ഒട്ടും. അപ്പോൾ ഒട്ടാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ. ഇതുപോലെ ചെറുതായിട്ടാണ് ഞാൻ ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്, ഇഷ്ടമുള്ള എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മാവിലോട്ടൊന്ന് മുക്കി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. നമ്മുടെ സുഖിയൻ മോദകം, അപ്പോൾ നമ്മുടെ നാട്ടിൽ മോദകം എന്നാണ് ഇതിനെ കൂടുതലും പറയുന്നത് കേട്ടോ. നമ്മൾ ഇടയ്ക്കൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മുടേതായ രീതിയിൽ കൂടെ ചെയ്യുമ്പോൾ അപ്പോൾ ഇത് തയ്യാറാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ നാട്ടിൽ സുഖിയൻ എന്നാണോ മോദകം എന്നാണോ പറയുന്നത്? അപ്പോൾ ഞങ്ങളിവിടെ ട്രിവാൻഡ്രം മോദകം എന്നാണ് കൂടുതലും ഞാൻ കേട്ടിരിക്കുന്നത്. ഞാൻ യൂട്യൂബിൽ ചില വീഡിയോസിൽ മാത്രമാണ് സുഖിയൻ എന്നൊക്കെ കേട്ടത്. അപ്പോൾ നമ്മളിവിടെയും സുഖിയൻ എന്ന് പറയുമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ അവിടെ ഇതുപോലെ ആക്കി വെച്ച് കൊടുക്കുക. തമ്മിൽ ഒട്ടി പിടിക്കാത്ത രൂപത്തിൽ ഇതുപോലെ ആക്കി വെച്ച് കൊടുക്കുക. പക്ഷേ അധികം ഒട്ടിയൊന്നും പിടിക്കുന്നില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ മുരിങ്ങും കിട്ടും, മറിച്ചു വിട്ട് കൊടുക്കാം. വേഗം നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. അങ്ങനെ ഞാൻ എന്തായാലും ഒരു മീഡിയം ലെവലിൽ തന്നെ വെച്ച് കൊടുത്തു, ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചില്ല. മാവ് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിങ്ങയൊക്കെ കിട്ടണമല്ലോ, അതുകൊണ്ട്. പിന്നെ നമ്മുടെ ശർക്കരയിലോട്ടൊന്ന് ചൂടൊക്കെ ഒന്ന് അടിക്കട്ടെന്ന് വിചാരിച്ച് ഞാൻ മീഡിയം ലെവലിൽ കുറച്ച് സമയം ഒന്ന് വെച്ചിട്ടാണ് എടുക്കണം. അപ്പോൾ വേഗം തന്നെ മുരിങ്ങ കിട്ടി. ഞാൻ ചെറിയ സ്പൂൺ കൊണ്ട് ഒന്ന് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും അറിയിക്കണം കേട്ടോ. അപ്പോൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതിയാകും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ഇതുപോലത്തെ ഒത്തിരി റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്, കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം കൂടെ ഒന്ന് മുരിഞ്ഞിട്ട് നമുക്ക് ഇതിനെ എടുത്ത് മാറ്റാം. അപ്പോൾ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിനെ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ എനിക്ക് 2 സ്റ്റെപ്പിനാണ് ഇത് ചെയ്യാൻ വേണ്ടി വന്നത്. പിന്നെ ഞാൻ വലിയതായിട്ടൊന്നും എടുത്തിട്ടില്ല, ഒരു നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതല്ലേ, അതുകൊണ്ട് വലിയതായിട്ടൊന്നും എടുത്തില്ല. ചെറുതായിട്ട് തന്നെയാണ് ഞാൻ ഇതുപോലെ. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ്. പിന്നെ 2ാമത്തെ സ്റ്റെപ്പാണ് ഇതിടുന്നത്. അപ്പോൾ ഇതും നമുക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്ത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് മുരിച്ചെടുക്കാം. 1 കപ്പ് ഗോതമ്പ് മാവും 1/2 മുറി തേങ്ങയും കൊണ്ട് ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതാ കണ്ടല്ലോ, നമ്മുടെ പാൽ കൊഴുക്കട്ടയാണ് തയ്യാറാക്കുന്നത്. പക്ഷേ ഞാൻ ഗോതമ്പ് മാവിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചില സ്ഥലങ്ങളിൽ പാൽ പെടിയെന്നൊക്കെ പറയുന്നത്
ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ കൊഴുക്കട്ട എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തേങ്ങാപ്പാലിൽ ചേർത്ത കൊഴുക്കട്ടയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ദാണ്ട് ഈ ഗ്ലാസ്സിന് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഒരു 3/4 ഗ്ലാസ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് 1.5 ഗ്ലാസ്സാണ് കേട്ടോ. 1.5 ഗ്ലാസ്സിന് ഒരു 3/4 ഗ്ലാസ്, ഒരു ഗ്ലാസോളം മാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആദ്യം ഫ്ലെയിം ഓണാക്കി ഒന്ന് നല്ലതുപോലെ തിളയ്ക്കാൻ വെക്കണം. അപ്പോൾ തിളച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയൊരു ഉപ്പൊക്കെ ഉണ്ടെങ്കിലാണ് ഇതിന് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ മധുരം ചേർത്തും കഴിക്കും, പക്ഷേ ഉപ്പ് ചേർത്തുകൊണ്ട് ഇത് തയ്യാറാക്കാൻ അങ്ങനെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ദാണ്ടേ നല്ലതുപോലെ അങ്ങ് തിളച്ച് കിട്ടും. അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്ക് മാവ് ചേർക്കണം. ഇതിപ്പോൾ ദാണ്ടേ തേങ്ങാപ്പാലും വെള്ളവും എല്ലാം കൂടി, തേങ്ങാപ്പാലിൽ മാത്രം വേണമെങ്കിലും ചെയ്യാം, വെള്ളത്തിൽ മാത്രം വേണമെങ്കിലും ചെയ്യാം ഇത്. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഞാനിതിൽ ഒരു ഗ്ലാസോളം ഇതെടുത്തിട്ടുണ്ട് മാവ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്, തേങ്ങാപ്പാലും വെള്ളവും കൂടെ ചേർത്ത്. അപ്പോൾ ഇത് ഒരു 3/4 ഗ്ലാസ് മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഒരേ അളവിലാണ്. തേങ്ങാപ്പാലും നമ്മുടെ ഇതും കൂടെ 1.5 ഉണ്ട്, ഇത് 1 ഗ്ലാസ്. അങ്ങനെ നമ്മളിതൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഞാനിത് നല്ലതുപോലെ ഒന്ന് ലൂസാക്കിയാണ് എടുക്കുന്നത്, കുറച്ച് കട്ടിക്കൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ എടുക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഈ കൊഴുക്കട്ട കല്ലിച്ചിരിക്കാതെ നമ്മൾ ഇപ്പോൾ നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടി നമുക്കിതിനെ നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇത്തിരി വെള്ളം ഇതുപോലെ ഒന്ന് ലൂസായാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിനെ തണുക്കട്ടെ മറ്റൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ചെറിയ ചെറിയ നല്ല ബോൾസ് ആക്കില്ല ഞാൻ. ബോൾസ് ആക്കാത്തതെന്ന് പറഞ്ഞാൽ ഇതൊന്ന് അകമൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ ഒരു പാടാണ്. ഇതിപ്പോൾ തിളച്ചയിൽ വെന്തതാണ് ഇതുപോലെ ഒരു ഷേപ്പും ഇല്ലാത്തൊരു ഭാഗത്തിൽ ഇതുപോലെ ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ അങ്ങ് ഇടും. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമുള്ള രൂപത്തിലാക്കി എടുക്കാം, നല്ല ഭംഗിക്കും ഉരുട്ടിയെടുത്തൊക്കെ. ഇപ്പം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങളാക്കുക. അപ്പോൾ ഒരു പാനിലോട്ട്, ആ പാനിൽ തന്നെ ഞാൻ കഴുകി എടുത്തിട്ട് അതിൻ്റെ 2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1-ാം പാൽ 2-ാം പാൽ അങ്ങനെ ഒന്നുമില്ല, നല്ല വലിയ തേങ്ങയുടെ ഒരു പകുതി തേങ്ങ 2-3 പ്രാവശ്യമൊക്കെ കുറേ വെള്ളം ഒഴിച്ചു ഇളം ചൂടുവെള്ളമൊക്കെ ചേർത്ത് മാക്സിമം പാലെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ ദാണ്ട് ഇത് 2ഉം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ്സോളം ഇത് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ടാണ് നമ്മൾ പിടിച്ചു വെച്ച സാധനം ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഇതാക്കി വെച്ചിരിക്കുന്നില്ലേ, അത് ആ കൊഴുക്കട്ട നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ദാണ്ടേ ഇത്രയ്ക്കും ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഷേപ്പൊന്നുമില്ല, ചെറിയ രീതിയിൽ ഇതുപോലെ വിരലടയാളമൊക്കെ വെച്ചെടുക്കുകയാണെങ്കിൽ വേഗം വെന്ത് കിട്ടും. നമ്മൾ നല്ല ഭംഗിക്ക് ഉരുട്ടി ബോൾസൊക്കെ ആക്കി എടുത്ത് അത് വേവാൻ പാടായിരിക്കും. പിന്നെ ഷേപ്പൊന്നും അത്രയ്ക്ക്, പിന്നെ ആവിയിൽ വെച്ച് വേവിച്ചൊക്കെ ഇത് ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുപോലെയാണ് തയ്യാറാക്കുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ കൂടുതൽ ചേർക്കുക. അങ്ങനെ നമ്മൾ ഇതിലോട്ട് കംപ്ലീറ്റ് സാധനവും ചേർത്ത് കൊടുക്കണം. ഇത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ, ഇത് ഇതുപോലെ തന്നെ ആയിക്കിട്ടും. എന്നാലും കുറച്ചൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊക്കെ ഇളവുകയും ചെയ്യും. അത് മാവായത് കാരണം നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും അതുപോലെ ആവും. അപ്പോൾ ഇത് ഇങ്ങനെ ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ വേണം നമുക്കിതൊക്കെ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പിന്നെ നല്ല കുഴഞ്ഞു പോകും. അങ്ങനെ വേണ്ട ഇതെല്ലാം അങ്ങനെ ഇളക്കി ഇത് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, ഒന്ന് കലക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, അത് കൂടെ ചെയ്യണം. അപ്പോൾ ഇത് കലക്കിയ മാവിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇതുപോലെ ബോൾസാക്കി ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ബോൾസല്ല, ഒരു ഷേപ്പ്, ഈ ഷേപ്പ് ആയിരുന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഇതുപോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ഇളക്കുന്നില്ല, കുറച്ച് നേരം ഇതുപോലെ ഒന്ന് അനക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ കിടന്നൊന്ന് തിളച്ചൊന്ന് വെന്തതിന് ശേഷം നമുക്കിനി ബാക്കി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ രീതിയിൽ ഇത് ചേർത്തതിന് ശേഷം ചെറിയ രീതിയിൽ ഇതുപോലെ തിള വരുന്നുണ്ട്. ഇനി മൊത്തത്തിലൊക്കെ ഒന്ന് തിളയ്ക്കണം. തിളയ്ക്കുക മാത്രമല്ല, ചെറിയ ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ച് കൊടുത്ത് ഇതിനൊന്ന് വേവിച്ചും കൂടെ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ആയിട്ട് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാണിക്കാം. ഇതുപോലെ ഇങ്ങനെ വെട്ടി തിളക്കി നമ്മുടെ തേങ്ങാപ്പാലാണ് ഇത് ഇങ്ങനെ മാറി നിൽക്കുന്നത്. അപ്പോൾ ആ തേങ്ങയുടെ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിലോട്ടൊക്കെ ചേർത്തിട്ട് ഞാൻ പിന്നെ ഏതാണ്ട് അടപ്പ് ഒരു 3/4 ഭാഗത്തോളം അടച്ചു വെച്ച് കൊടുത്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇത് ഏതാണ്ട് ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ബോൾസ് നമ്മൾ വെള്ളം കൂട്ടി വേവിച്ചത് കൊണ്ട് നല്ല പഞ്ഞി പോലെ നിൽക്കണം, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാൻ അത് കലക്കി വെച്ചത് ഇപ്പോൾ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് വെന്തത് കൊണ്ടാണ് കലക്കി വെച്ചത് ചേർത്ത് കൊടുത്തത്. ഇതുപോലെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ചേർത്ത സാധനം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒരു 3-4 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ചതിന് ശേഷം അതാണ്ട് ഇതുപോലെ ആയിട്ടുണ്ട്. പക്ഷേ ഇനിയും തയ്യാറായിട്ടില്ല. ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കണം, ഇതിന് കുറച്ചുകൂടി ടേസ്റ്റ് വരാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ചില സംഭവങ്ങളൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. തേങ്ങാപ്പാൽ അതാണ്ട് ഇത്രയും തേങ്ങാപ്പാൽ, ഒരു 3/4 ഭാഗത്തോളം നല്ല തേങ്ങാപ്പാൽ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഉപ്പ് നമുക്ക് കൂടുതലായിട്ട് നിൽക്കരുത്, കറക്റ്റ് ഉപ്പ് ഉണ്ട് എന്നറിയുന്നത്. അതായത് ഞങ്ങളിവിടെ പഞ്ചസാര ചേർത്താണ് കഴിക്കുന്നത്. ചിലർ ഇത് ഉപ്പായിട്ട് മാത്രമായിട്ട് ഇതുപോലെ അങ്ങ് കഴിക്കും. അപ്പോൾ ആ കഴിക്കുന്ന രീതി അനുസരിച്ച് പഞ്ചസാര, ശർക്കര, ഉപ്പ് ഇതൊക്കെ നിങ്ങൾ മാറ്റം വരുത്താം. അപ്പോൾ ഞാൻ മറ്റൊരു പ്ലേറ്റിലോട്ട് കണ്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള നമ്മുടെ പാൽക്കൊഴുക്കട്ട, ഗോതമ്പിൻ്റെ പാൽക്കൊഴുക്കട്ട തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പയറാണ് എടുക്കാറുള്ളത്. ഇഷ്ടമുള്ള പയർ എടുക്കാൻ കേട്ടോ. ഇത് 2 രീതിയിലെ പയറിലും ഞങ്ങൾ ചെയ്ത് കഴിക്കാറുണ്ട്. അപ്പോൾ പയറും അവിലും തേങ്ങയൊക്കെ കൂടി ചേർന്നത് ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് വൻപയറാണ്. ഇതുപോലത്തെ വലിയ പയറുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറുപയറും എടുക്കാവുന്നതാണ് ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യം തന്നെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 4 വിസിലിനൊന്ന് വേവിച്ചെടുക്കണം.
ഒരു ഗ്ലാസ്സിന് ഒരു 3 ഗ്ലാസ് വെള്ളം വെച്ച് വേണം വേവിച്ചെടുക്കാം. ഉപ്പൊന്നും ചേർക്കണ്ട. ഇതുപോലെ ദാണ്ടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പയർ വേവിച്ച വെള്ളമൊക്കെ മൊത്തത്തിൽ വറ്റിയിട്ടാണ്ടിരിക്കണം. ഇതിലോട്ട് ഞാൻ കുറച്ച് ശർക്കര പാനി കാച്ചിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് ഇനി അതിൽ കിടന്ന് ഇതൊന്ന് ക്ലിയറായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ മധുരത്തിന് ശർക്കര പാനിയാണ് ചേർത്ത്, ശർക്കര ചീവി ഇട്ട് കൊടുത്താലും മതിയാകും. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1-2 പിടി തേങ്ങ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് വളരെ കൂടുതൽ അളവിലൊന്നുമില്ല. അപ്പോൾ തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർക്കാം. കേട്ടോ, ഇനി നമുക്ക് വേണ്ടത് അവിലാണ്. അപ്പോൾ ഞാൻ എന്താ അവിലും 2 പിടിയോളം അവിൽ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിൽ ഈ പയറിൽ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. രാവിലെയൊക്കെ നല്ല സോഫ്റ്റായി നല്ല രീതിയിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കുക. അപ്പോൾ ഇളക്കിയാൽ മാത്രം പോരാ, ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഇതിനെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഒന്ന് കുറച്ചൊന്ന് കൊഴിഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മളിപ്പോൾ ശർക്കര പാനി താണ്ടി അതുപോലെ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നല്ല ചൂടായിട്ട് ഫ്ലെയിം കുറച്ച് ഇതൊന്ന് റെഡിയായി കിട്ടണം. അങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ പയർ നല്ല വെന്ത് കൊഴേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചെറിയ ചെറിയ ഇതായിട്ട് കിടക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്ലേറ്റിലോട്ടോ ഒരു ബൗളിലോട്ടൊക്കെ നിങ്ങൾക്ക് ഇത് മാറ്റിയിട്ട് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പം ഞങ്ങളുടെ വീടുകളിലൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇതുപോലത്തെ ഈ റെസിപ്പി നമ്മൾ ഇടയ്ക്കൊക്കെ തയ്യാറാക്കി കഴിക്കാറുണ്ട്. ഇത് പിറ്റേന്ന് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ബാലൻസ് തരുന്നത് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് എടുത്ത് കുറച്ച് നേരം വെളിയിൽ തണുപ്പ് മാറാൻ വെച്ചിട്ട് കഴിക്കാവുന്നതാണ്. ഇതുപോലെ സ്പൂൺ കൊണ്ട് കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. അപ്പോൾ ഞാൻ പുതുതായി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക.